Good afternoon, sister. Good afternoon. Hello, Devan here. ആരാ? ചേച്ചിയാണോ? ആഹാ, നീ ഓഫീസിൽ പോയിരിക്കുക? I'm busy here. ഹലോ ഇന്ദു ഓളപ്പോന്നു ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇന്ന് ഉണ്ണിക്കുട്ടൻ നഴ്സറി പോയില്ലേ ഡാഡി? നീ എക്സ്കർഷൻ കഴിഞ്ഞ് വരുമ്പോ എന്തൊക്കെയോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഉച്ച മുതൽ ഇവിടെ കാത്തിരിക്കുക. ആ എക്സ്കർഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? രസമായിരുന്നു. ആ ഞാൻ ഹോസ്റ്റലിൽ വെയിറ്റ് ചെയ്യാൻ ഡാഡി. ശരി, ഞാൻ ഉടനെ വരാം. സാർ ഞാനപ്പോ ആ തോമസ് ഇപ്പൊ തന്നെ വയ്ക്കുള്ളൂ. ഞാൻ നാളെ ഉച്ചയോടുകൂടി എസ്റ്റേറ്റിൽ എത്തിക്കോളാം. ശരി സാർ. വാമോനെ. നീ എന്തിനാ ഇന്ന് വീട്ടിൽ പോന്നെ? നാളെ ക്ലാസ് ഉള്ളതല്ലേ? ഇന്നത്തെ ഈ പോക്കിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട് മോളെ. മസ്കറ്റിൽ നിന്നും എന്റെ അങ്കിളും ആന്റിയും വരുന്നുണ്ട്. അവര് അവിടുന്ന് കൊണ്ടുവരുന്ന പെട്ടി പൊട്ടിക്കുമ്പോ വീട്ടിലില്ലെങ്കിലേ ഒരു സാധനം കിട്ടില്ല. നീ ആള് കൊള്ളാമല്ലോടി. ദാ നോക്ക്, നീ വരുമ്പോ എനിക്കെന്താ കൊണ്ടുവരുന്നേ? എന്തൊക്കെയുണ്ടെന്ന് വെച്ച് നോക്കട്ടെ. ദേ നിന്റെ ഡാഡി വരുന്നു. ആ ഉണ്ണിക്കുട്ടനുണ്ടല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? അവൻ അതറിയുന്ന ധൃതി. നീ പറഞ്ഞതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് തരാം. ഓ വാ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്കർഷൻ? ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക് അല്ലേ എന്തു? പ്രീതുവിന്റെ മമ്മിക്ക് ഡാഡിക്ക് സുഖല്ലേ? അതെങ്കിൽ ഡാഡി ഇവളിന്ന് വീട്ടിൽ പോകുന്നുണ്ട്. ഓ ഡാഡി ഞാൻ അന്വേഷിച്ചായി പറയണം. പറയാമെങ്കിൽ നീ വരുന്നില്ലേ? ഉണ്ണിക്കുട്ട വരുന്നില്ലെന്ന് പറ. നമുക്ക് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വരാം. Okay, see you then. See you. Bye. Remember the presents? Bye bye. പിന്നെ ഡാഡി, കൊടൈക്കനാലിലെ ലേക്കിൽ ഞങ്ങൾ ബോട്ടിങ്ങിന് പോയപ്പോ ഞങ്ങളുടെ ക്ലാസ്സിലെ മേഴ്സി ജോർജ് വെള്ളത്തിൽ വീണു. എന്നിട്ട് സുവോളജിയിലെ സിസ്റ്റർ ക്ലാരയാണ് വെള്ളത്തിൽ ചാടി അവളെ രക്ഷപ്പെടുത്തിയത്. അതെന്താ ഡാഡി ചിരിക്കുന്നേ? അല്ല മോളെ, ആ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് സിസ്റ്റർ വെള്ളത്തിൽ ചാടിയ സീൻ ഞാൻ മനസ്സിൽ കാണായിരുന്നു. അതിരിക്കട്ടെ. ഈ എക്സ്കർഷൻ മാത്രം പോരാ, ശരിക്ക് പഠിക്കണം, ക്ലാസ് വാങ്ങിക്കണം. Of course, Daddy. ഡാഡി ഹോസ്പിറ്റലിൽ പോയിരുന്നു. ആ പോയിരുന്നു. ഹോസ്പിറ്റലിൽ ആരാ ഡാഡി? ഡാഡിയുടെ ഒരു കൂട്ടുകാരൻ. വരണു കുഞ്ഞെ, ലഗേജിന് ഡിക്കി ഇറക്കട്ടെ. ലഗേജിനാണോ കൃഷ്ണമാവൻ ഡിക്കി എന്ന് പറയുന്നത്? 32 നാവിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു പല്ലല്ലേ കുഞ്ഞെ, ചിലപ്പോ തെറ്റിപ്പോവും. വാ. ചിറ്റേ, ചിറ്റേ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. അത് ചിറ്റയ്ക്ക് തോന്നുന്നതാ. തോന്നുന്നൊന്നുമില്ല, കണ്ടില്ലേ മുഖവും കണ്ണൊക്കെ വല്ലാതിരിക്കുന്നത്. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. ചിറ്റേ, എനിക്ക് ഭയങ്കര വിശപ്പ്. മോള് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറി വാ. കുളിക്കണോ? ആ കുളിക്കണം. ചെല്ലുമോളെ, ഞാൻ ദോശ ഉണ്ടാക്കാം. നീ അപ്പോഴേക്ക് ബാഗ് തുറന്ന് ഇതൊക്കെ എടുത്തു കഴിഞ്ഞോ? ഇന്ന് ജയേട്ട ഓഫീസിൽ നേരത്തെ എത്തിയല്ലോ. ഇടിയും വെട്ടി മഴ പെയ്യും. ഓ
എന്നാ ഞാൻ പുറത്തൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാം. 24 മണിക്കൂർ ഇടിവെട്ടി മഴ പെയ്യട്ടെ, ഈ ചൂടൊന്നും മാറി കിട്ടുള്ളൂ. ഓ, ഈ കുറുമ്പനെ എവിടുന്ന് കിട്ടി? ഞാനും ഡാഡിയും കൂടിയാ ചേച്ചിയെ കൊണ്ടുവന്നത്. അച്ഛൻ മോനെ ഇങ്ങനെ കൊഞ്ചിച്ചോ? പുന്നാര മോനെ ഒന്നും പഠിക്കുന്നില്ലെന്നാ ടീച്ചർ പറഞ്ഞത്. അതെ മോനെ. ടീച്ചർ നുണ പറഞ്ഞതാ ഡാഡി. അല്ലെങ്കിൽ മമ്മിക്ക് എപ്പോഴും എന്നെ കുറ്റാ. ചേച്ചിയോടെ ഇഷ്ടം, ഞാൻ മമ്മിയോട് പിണക്കാ. പോയി 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 പോയി. കുളി കഴിഞ്ഞ് നന്നായിട്ട് തോർത്താത്തോണ്ടാ ഇങ്ങനെ തുമ്മുന്നത്. ഈ ഞാൻ ബോൾ ചെയ്യാം. ഓ അതിനെന്താ, കൃഷ്ണമാൻ ഏത് കളിയും കളിക്കും. ഉണ്ടോ ആ നിലം തല്ലി ഒരു ഫുട്ബോൾ കളി കളിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആ കുട്ടാ സൂക്ഷിച്ചെറിയണേ, സ്ഥാനം മാറി എവിടെയെങ്കിലും കൊണ്ടാലുണ്ടല്ലോ പണി തീരും. ആ വിട്ടോ വിട്ടോ. ആ ജയേട്ടാ, ജയേട്ടാ, സാർ ഏതൊക്കെ ഡ്രസ് എടുത്ത് വെക്കണം? എപ്പോ പോകുമ്പോഴുള്ള പതിവ് ചോദ്യം. എസ്റ്റേറ്റിൽ പോയിട്ട് എന്നാ തിരിച്ചു വരിക? മിക്കവാറും നാളെ തന്നെ മടങ്ങും. അപ്പൊ ഒരു ദിവസത്തേക്കുള്ള ഡ്രസ് മതിയല്ലോ. ശ്രീമതി കൊള്ളാലോ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഒരു ദിവസം കൂടി അവിടെ തങ്ങേണ്ടി വന്നാൽ തുണി കൊടുക്കാതെ നിൽക്കണമെന്നാണ്. ഏതായാലും അത് വേണ്ട. ആ ഇത്തവണ വരുമ്പോൾ ഞാൻ എന്താ വാങ്ങിക്കൊണ്ടുവരേണ്ടത്? എപ്പോ പോകുമ്പോഴുള്ള പതിവ് ചോദ്യം. എന്നിട്ട് തിരിച്ചു വരുമ്പോ പറയും തിരക്കായിരുന്നു മറന്നുപോയെന്ന്. ശരി, ഇത്തവണ നോക്കിയോ. ഞാൻ വരുമ്പോ 1 ഡസൻ സാരിയാ കൊണ്ടുവരാൻ പോകുന്നത്. എന്താ തുണിക്കട തുടങ്ങാനുള്ള വല്ല ഉദ്ദേശമുണ്ടോ? ആ പിന്നെ നാളെ തന്നെ അമ്മാവനോട് ഇങ്ങോട്ട് വരാൻ പറയണം. ഇനി ഞാൻ ഒരു ദിവസം കൂടി എങ്ങനെ താമസിച്ചാൽ നിനക്കും പിള്ളേർക്കും കൂട്ടിന് ആള് വേണ്ടേ? ആ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇളയച്ചനും കൂട്ടുകാരും കൂടി പഴനിയും തിരുപ്പതിയൊക്കെ പോയിരിക്കുക. അത് ശരി. അപ്പൊ ഇനി അമ്മാവൻ വരുന്നത് തലയൊക്കെ മുട്ടയടിച്ച് ഭാസ്കരാനന്ദ സ്വാമി തിരുവടികളായിട്ടായിരിക്കും അല്ലേ? കളിയാക്കൊന്നും വേണ്ട. മുത്തശ്ശി മരിച്ചതിന് ശേഷം ഇളയച്ച ഇങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ? കളിയാക്കോ? ഇരുട്ടുന്നതിനും പങ്ക് എത്തില്ലേ? വെട്ടും കുത്തും പിടിച്ചുപറിയൊക്കെയുള്ള സ്ഥലമാ. അതിനല്ലേ ഇവനെ കൂടി കൊണ്ടുപോകുന്നത്. ചുമ്മാരി ഞാൻ അടച്ചോളാം. ദേ നേരെ ഒരുപാടായി. ജേട്ടൻ കിടക്കുന്നില്ലേ? മായക്കുറങ്ങാൻ തിടുക്കമായോ? ചിലർക്കേ ദിവസവും സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാലേ ഉറക്കം വരുള്ളൂ. അതുപോലെ ജേട്ടന്റെ കാര്യം. ഫയൽ നോക്കിയില്ലെങ്കിൽ ഉറക്കമേ വരില്ലല്ലേ? വയറ്റിപ്പഴപ്പല്ലേ? ഓ സമ്പാദിച്ചൊക്കെ മതി. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നോ? പോയിരുന്നു. വിശേഷം വല്ലതും? താങ്ക് യു. ദേ വരുന്നു. തുടങ്ങി. അച്ഛന്റെ തന്നെ സ്വഭാവം രണ്ടിനും. എന്ത് ചെയ്യണമെങ്കിലും 4 കൈയുമേ ആള് വേണം കൂടെ. എന്റെ മക്കൾക്ക് എന്റെ സ്വഭാവം അല്ലാതെ പിന്നെ. അതെ അതെ. അമ്മാവൻ കെട്ടി തരട്ടെ. കൃഷ്ണമാമൻ ഇതൊന്നും അറിയില്ല. ആര് പറഞ്ഞു അറിയില്ലെന്ന്? കൊമ്പനാനയ്ക്ക് വരെ ഷൂസ് ഇടിച്ച് കൊടുത്തിട്ടുള്ളവനാ ഈ കൃഷ്ണമാരാര്. പിന്നെ അല്ലേ ഈ അരഞ്ഞാണ ചെറുടെ. മമ്മി ഇതൊന്ന് കെട്ടി തന്നെ. ഞാൻ കെട്ടി കൊടുക്കാം. അടി വാങ്ങിക്കും. ഉണ്ടാ ആ വിഷമൊന്നു. മമ്മി ടാറ്റ. ഉടനെ വീഴും വീഴും. മോൻ ഒരുക്കുന്നതിന്റെ ഇടയിൽ എന്റെ കാര്യം മറന്നല്ലേ? അയ്യോ ഞാൻ മറന്നുപോയി ചേട്ടാ. ഇപ്പൊ കൊണ്ടുവരാം. ഹലോ. എപ്പോഴാണ് ഉണ്ടായത്?
എന്താ ചേട്ടാ? ഏയ് ഒന്നുമില്ല. ആരാ ഫോൺ ചെയ്തത്? ഓഫീസിൽ നിന്ന്. ആകെ പ്രോബ്ലം. ചേട്ടൻ ഒരു കാര്യം മറന്നു. എന്തുകൊണ്ട്? ഐ എം റെഡി. ബൈ. മോളെ ഓ Hello, Jay. ഹലോ. What do you say, Indu? Your mother is all right. വാട്ട് ആക്ച്വലി ഹാപ്പൻ ഡോക്ടർ? ഇന്ന് രാവിലെ ഇവിടെ പുതിയൊരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തു. ആ സ്ത്രീ കുറച്ച് വൈൽഡായി. ബെഡിലിരുന്ന് ശാലിനിയെ പിടിച്ച് തള്ളി ശാലിനി തലയടിച്ച് നിലത്ത് വീണു. ബട്ട് നത്തിങ് ടു വറി. സ്വബോധമില്ലാത്തവരല്ലേ. സോറി ജയൻ. ഡോക്ടർ, ശാലിനിക്ക് ഇപ്പോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതിന്റെ മയക്കത്തിലാണ്. മയക്കം തെളിയുമ്പോൾ ഷീ വിൽ ബി നോർമൽ. നോർമൽ എന്ന് ഞാൻ പറഞ്ഞത് ഇൻ ദ സെൻസ് ഇന്നലത്തെ ശാലിനി ആയിരിക്കും. ഞാൻ എസ്റ്റേറ്റിൽ പോകാനിരുന്നതാണ്. അവിടെ ചില ലേബർ പ്രോബ്ലംസ്. ഞാൻ പോകുന്നില്ല. പ്രോഗ്രാം ഒന്നും മാറ്റണ്ട. ജയൻ എസ്റ്റേറ്റിൽ പോയിട്ട് വരണം. ധൈര്യമായിട്ട് പോകണം ജയൻ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശാലിനി എന്റെ പേഷ്യന്റ് അല്ലേ. ആ മോളെന്താ വിഷമിച്ചേക്കുന്നേ? നീ വന്നേ. ചേറാം. Attention, Dr. Thomas Matthew is immediately wanted in the casualty. ദെൻ ഓക്കെ ജയൻ. എസ്റ്റേറ്റിൽ നിന്ന് വന്നിട്ട് കാണാം. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ആ മോളെ, ഡാഡി. മോള് മമ്മിയുടെ വിവരം ചിറ്റയോട് പറയണ്ട. ഡോക്ടറെ വിളിക്കൂ. ഡോക്ടർ, ഞാൻ എവിടെയാണ്? എന്റെ ജയേട്ടൻ എവിടെ? ഇന്ദുമോളും മായ എവിടെ? അവരൊക്കെ ഇവിടെ തന്നെയുണ്ട്. പാവം, അവളുടെ ഭർത്താവ് മരിച്ചു അല്ലേ? എനിക്ക് എന്ത് പറ്റി ഡോക്ടർ? ഞാൻ തലചുറ്റി വീണു അല്ലേ? എല്ലാം പറയാം. നൗ യു റിലാക്സ്. സിസ്റ്റർ, ഗിവ് യുവർ കാമ്പോസ് 5 cc. കഴിഞ്ഞ 11 വർഷമായി ഒരേ നിലയിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് വിത്തൗട്ട് എനി ഇംപ്രൂവ്മെന്റ്. ഇറ്റ്സ് എ മിറക്കിൾ. ശാലിനി ഇപ്പോൾ നോർമൽ ആണ് അല്ലേ? പെർഫെക്റ്റ്ലി നോർമൽ. കഴിഞ്ഞതെല്ലാം ശാലിനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഷീ റിമെമ്പേഴ്സ് എവരിതിങ്. ആ ഡോക്ടർ, ജയദേവനെ ഉടനെ വിവരം അറിയിക്കണം. ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. ട്രൈ ടു ഇൻഫോം ഹിം അറ്റ് ദി ഏർലിയസ്റ്റ്. യെസ്.